ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിയാതെ അങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ചാനൽ വലിയ നേട്ടങ്ങളൊന്നും ഇല്ല, അതായത് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഇനി ഒരു പുതിയ ചാനൽ നിങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഓൾറെഡി ഉള്ള ചാനൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ട ചാനൽ ഓപ്പൺ ചെയ്യുക. ഡിലീറ്റ് ചെയ്യേണ്ട ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചാനൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബറും പിന്നെ സ്ട്രൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ചാനലിൻ്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ മെനുവിൽ സെറ്റിങ്സ് എന്ന മെനു നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചാനൽ എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴോട്ട് നോക്കാന്നുണ്ടെങ്കിൽ റിമൂവ് യൂട്യൂബ് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം വേറൊരു പേജ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇവിടെ കാണാം. എന്നിട്ട് നമുക്കിത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ കാണാം. ഐ വാണ്ട് ടു ഹൈഡ് മൈ ചാനൽ എന്നതുണ്ട്. അതുപോലെ നോക്കാമെന്നുണ്ടെങ്കിൽ ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് മൈ കണ്ടന്റ് എന്നതുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ചാനൽ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സബ്സ്ക്രൈബർ പോവും, പിന്നെ എന്തെങ്കിലും പ്രീമിയം മെമ്പർഷിപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോവും, പിന്നെ നമ്മുടെ ചാനൽ ഫുള്ള് ഡിലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതിനകത്ത് മോണിറ്റൈസേഷനൊക്കെ നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന 2 ബോക്സും ടിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് മൈ കണ്ടന്റ് എന്നതുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇമെയിൽ ഐ ഡി ഇവിടെ പറയുന്നുണ്ട്. അത് നമ്മൾ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മുടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡിലീറ്റ് മൈ കണ്ടന്റ് എന്നതുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മിനിറ്റ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ചാനൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഡിലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിലുള്ള എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സബ്സ്ക്രൈബറും വാച്ച് ടൈമും പിന്നെ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതും പോരാത്തതിന് നമ്മൾക്ക് ഇതുവരെ കിട്ടിയ ഏണിങ്സും എല്ലാം ഡിലീറ്റ് ചെയ്തതുകൂടി ഇല്ലാതായി. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കയറി നോക്കാം. അപ്പോൾ നമുക്ക് ആ ചാനൽ അവിടെ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അവിടെ കാണാൻ സാധിക്കത്തില്ല. പിന്നീട് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി യൂട്യൂബ് ചാനലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ച് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാതെ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ചാനലിൽ വ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ തുടങ്ങി വീണ്ടും ഫ്രഷ് ആയിട്ട് ഒന്നും കൂടെ തുടങ്ങിയാൽ മതി. എല്ലാ കാര്യങ്ങളും ഒന്നേന്നും പറഞ്ഞ് തുടങ്ങാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യൂസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ ഇടാതെ ഗ്യാപ്പ് എടുത്ത് ഒരു 2-3 വർഷത്തെ ഗ്യാപ്പൊക്കെ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും ആ ചാനലിൽ തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീച്ചിങ് കിട്ടത്തില്ല. ആ ചാനൽ അങ്ങ് ഡൗൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ യൂട്യൂബ് പിന്നീട് ഇതൊന്നും റെക്കമെൻഡ് ചെയ്യത്തോലുമില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.